മേവേ നമ്മൾ മോഹൻലാലിന്റെ അഭിമന്യു എന്ന് പറയുന്ന പടമില്ലേ, ആക്ച്വലി ആ സിനിമക്ക് എന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടാവുക? അഭിമന്യു എന്ന് പറയുന്ന പേര് മലയാള സിനിമയിലെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലുകളിലൊന്നാണ്. അതായത് സിനിമയുമായിട്ട് വളരെയധികം കണക്ഷൻ ഉള്ള, അല്ലെങ്കിൽ സിനിമയുടെ ഒരു സോളുള്ള പേരുകൾ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. എല്ലാ സിനിമകൾക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമയുടെ കാര്യത്തിൽ ഈ പേര് ഭയങ്കര ആപ്റ്റാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു പേരിടാൻ പറ്റത്തില്ല എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു പേരാണത്. ഈ അഭിമന്യു എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് ഒരു വലിയ ഒരു വീരനായകനാണ് അഭിമന്യു എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിലെ കൊല്ലപ്പെടുന്ന കഥാപാത്രമാണ്. പക്ഷെ മരിക്കുന്ന സമയത്ത് അച്ഛൻ അർജുനനോടൊപ്പം തന്നെ അത്രയും തന്നെ ഒരു വീരനായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അർജുനന്റെയും ശ്രീകൃഷ്ണന്റെ സഹോദരി സുഭദ്രയുടെയും മകനാണ് അഭിമന്യു. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ ചക്രവ്യൂഹം ഭേദിക്കുന്ന വിദ്യ, ചക്രവ്യൂഹത്തിനകത്ത് കിടക്കുന്ന വിദ്യ പഠിച്ചു എന്നാണ് പറയുന്നത് അഭിമന്യു. വ്യൂഹം എന്ന് പറയുന്നത് ഈ ചതുരംഗപ്പടയെ യുദ്ധക്കളത്തിൽ സജ്ജീകരിക്കുന്നതിനുള്ള ചില ടെക്നിക്സ് ആണ്, ചില സമ്പ്രദായങ്ങളാണ്. അപ്പം മകരവ്യൂഹം, വജ്രവ്യൂഹം, ഗരുഡ വ്യൂഹം എന്നൊക്കെ പറഞ്ഞ് കുറെ വ്യൂഹങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത്. അതിസമർത്ഥന്മാരായിട്ടുള്ള പോരാളികൾക്ക് മാത്രമേ ഈ വ്യൂഹങ്ങൾ, ഈ ചക്രവ്യൂഹമൊക്കെ ഭേദിക്കാനുള്ള വിദ്യ അറിയുള്ളൂ. അർജുനന് അത് വശം ഉണ്ടായിരുന്നു. അപ്പം ഈ അഭിമന്യുവിന് ഇത് ഭേദിക്കാൻ, അതിനുള്ളിൽ കടക്കാനുള്ള വിദ്യ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത്, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കൗരവപ്പട ഉണ്ടാക്കിയ ചക്രവ്യൂഹം ഭേദിച്ച് ചക്രവ്യൂഹത്തിനകത്ത് അഭിമന്യു കടന്നു. അത് നല്ല രീതിയിൽ പോരാടി ഒരുപാട് പേരെ കൊന്നൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് തകർത്ത് പുറത്തിറങ്ങാനുള്ള വിദ്യ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ അഭിമന്യു കൊല്ലപ്പെടുകയാണ്. അതാണ് മഹാഭാരതത്തിലെ കഥ. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ഈ സിനിമയിലെ നായകൻ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത്, അദ്ദേഹം എത്തിപ്പെടുന്ന ചക്രവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ അധോലോകമാണ്. അപ്പം അധോലോകത്തിൽ എത്തിപ്പെടുന്ന നിർബന്ധിതനാകുന്നതാണ്. ഈ ചക്രവ്യൂഹം ഭേദിക്കാനായിട്ട് ഈ കഥാപാത്രം നിർബന്ധിതനായിട്ട് അതിനുള്ളിൽ പെടുകയാണ്. പക്ഷെ അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞിട്ട് ആള് വളരെ നല്ല പെർഫോമൻസ് നടത്തി നല്ല രീതിയിൽ വളരുകയും വലിയൊരു നായകനായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വിദ്യ അറിയില്ലായിരുന്നു, പുറത്തു കിടക്കാൻ സാധിച്ചില്ല. അങ്ങനെ അതിനുള്ളിൽ തന്നെ പെട്ട് കൊല്ലപ്പെടുകയാണ്. അപ്പം ആ ഒരു കണക്ഷനാണ് ശരിക്കും ഈ പേരിന്റെ പിന്നിലുള്ളത്. അതാണ് അഭിമന്യു എന്നുള്ള പേര്.